ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്വസ്റ്റ്യനാ. ഒരു ഒരു റൈറ്റ് കമ്മ്യൂണിറ്റി വേർ യു ആർ ലിവിങ്, നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ഒരു സൊസൈറ്റിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും? പോസിബിൾ ആണ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു കഥയുടെ ഭാഗമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു മാഡത്തിന്റെ സ്റ്റോറി ആയത്. ആ മാഡത്തിന്റെ പേര് നമുക്ക് സൂസൻ എടുക്കാം. ഷി വാസ് ഹാവിങ് എ കിഡ് ലൈക്ക് ഐ ടോൾഡ് യു. കാരണം ഈ ADHD ബാധിച്ച, അല്ലെങ്കിൽ ആളുടെ ആ ഒരു കോവിഡ് ടൈമിൽ ജനിച്ച കെനത്ത്, ആളുടെ ഈ മോന് ഞാൻ ലോട്ട് ഓഫ്, അപ്പം പലരും പറഞ്ഞു ഓക്കെ, അപ്പം അവരാദ്യം ജനിച്ചു കഴിഞ്ഞ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ തന്നെ സെഡ് ഓക്കെ, ആളെ അങ്ങനെ പബ്ലിക്കിന്റെ മുന്നിലൊന്നും കാണിക്കണ്ട, ദ ഫാമിലി ഭയങ്കര എന്താ പറയുക, ഒരുപാട് ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള, ഒരുപാട് എക്സ്പോഷർ ഒക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. സോ ഇറ്റ്സ് നോട്ട് ബെറ്റർ, ലൈക്ക് വി ക്യാൻ സെൻഡ് ദിസ് സൂസൻ മാഡം അലോങ് വിത്ത് കെനത്ത് ടു ഇവിടെ നാട്ടില് അമ്മയുടെ അടുക്കലായിട്ട് അയക്കാം, ഹിൽ ബി ഹാപ്പി ഔട്ട് ദെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കംപ്ലീറ്റ്ലി ദ എൻറ്റയർ ഫാമിലി ഷിഫ്റ്റഡ് ടു ദെയർ നേറ്റീവ്. ഒരു പക്ക നാട്ടിൻപുറം, വലിയ തറവാട്, ഒരുപാട് മുറികൾ, ഒരുപാട് സ്പേസ്, വളരെ കുറച്ച് ആൾക്കാരാണ്. ഇനി വളരെ കുറച്ച് ആൾക്കാരെന്ന് പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ ഒരു ADHD ബാധിച്ച ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ആളുടെ ഇൻവോൾവ്മെന്റ് ആൻഡ് മിംഗ്ലിംഗ് ഷുഡ് ബി ഇൻ എ ഹയർ സൈഡ്. അപ്പൊ ഈ ഇൻവോൾവ്മെന്റ് ആൻഡ് മിംഗ്ലിംഗ് സോഷ്യലി ആയിരിക്കണം. അത് ആൾക്ക് ആ ഒരു സോർട്ട് ഓഫ് ട്രെയിനിങ് കിട്ടുന്നത് ഒരു ക്ലോസ്ഡ് പ്ലേസിലാണ് കൊടുക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്. കാരണം ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഇതുപോലുള്ളവരെ കൊണ്ട് വിടുവാണെങ്കിൽ ദേ വിൽ ബി ഹാവിങ് ലോട്ട് ഓഫ് അതർ ഇൻവോൾവ്മെന്റ്സ് വിച്ച് ദേ ഡോണ്ട് ഹാവ് ടു അഡ്രസ്. കാരണം അവരുടെ കൺസേൺസ് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. സംബഡി എൽസ് വിൽ ബി, കാരണം ഇവർക്ക് ഫുഡ് കൊടുക്കുക, ഇവരുടെ കാര്യങ്ങൾ നോക്കുക, ഇവർക്കുള്ള മറ്റുള്ള ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതൊക്കെ ഇവരുടെ മെയ്ഡ്സോ അല്ലെങ്കിൽ ഇവരുടെ അമ്മയോ ആരെങ്കിലും ഒക്കെ ചെയ്യും. ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടു ആസ്ക് ഫോർ സംതിങ്, ദേ ഡോണ്ട് വാണ്ട് ടു ഡിമാൻഡ്. ആൻഡ് ദാറ്റ്സ് എ മെയിൻ ഡിഫിക്കൽട്ടി ദിസ് പീപ്പിൾ ഫേസ്. ദേ ഡോണ്ട് നോ ഹൗ ടു ഡിമാൻഡ് ഫോർ സംതിങ്. അതാണ് ഈ അറ്റൻഷൻ ഡെഫിഷ്യൻസിയുടെ വൺ ഓഫ് ദ എന്താ ഏറ്റവും മോശമായ ഒരു സ്റ്റേജ് അതാ. അപ്പൊ അവിടെ ശരിക്കും ഈ ഒരു ട്രഡീഷണൽ വലിയ തറവാട്ടിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മോന് എന്താ പറയുന്നത്, ഇതുപോലെ അമ്മയൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും ഫിസിക്കലി നല്ലതാണെങ്കിലും ആളുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ഭയങ്കര മോശമാണെന്ന് തുടങ്ങി. എന്താ IQ ലെവലോ അല്ലെങ്കിൽ EQ ലെവലോ ഒക്കെ സ്ലോലി ഇറ്റ് സ്റ്റാർട്ടഡ് കമ്മിങ് ഡൗൺ, ബ്രെയിൻ കപ്പാസിറ്റി സ്റ്റാർട്ടഡ് കമ്മിങ് ഡൗൺ, ലിസണിങ് സ്റ്റാർട്ടഡ് കമ്മിങ് ഡൗൺ, അറ്റൻഷൻ സ്റ്റാർട്ടഡ് കമ്മിങ് ഡൗൺ. അപ്പൊ ഇതിന്റെ കാര്യം എന്ന് ഇവർ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പം ദ ഡോക്ടേഴ്സ് ആക്ച്വലി സജസ്റ്റഡ്, ദ കൗൺസിലേഴ്സ് ആക്ച്വലി സജസ്റ്റഡ് ഹീസ് ഗെറ്റിംഗ് ലോട്ട് ഓഫ് അതർ ഇൻവോൾവ്മെന്റ്. അത്രയും സ്പേസിൽ മൂവ് അറൗണ്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ ഹിം ടു ടോക്ക് വിത്ത് സംവൺ ഓർ ടു അഡ്രസ് സംതിങ് ഫോർ ഹിംസെൽഫ്. മൂവ് അറൗണ്ട് ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഷുഡ് ഹാപ്പൻ. യു ഷുഡ് ഷിഫ്റ്റ് ടു എ ക്ലോസ് പ്ലേസ്. നിങ്ങളൊരു കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഷിഫ്റ്റ് ആവണം. വെദർ പീപ്പിൾ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. കാരണം ഈ നിങ്ങൾ ഇതിന്റെ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണ് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ കള്ളക്കണ്ണ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഷുഡ് സേ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാലും ടു സർട്ടൻ എക്സ്റ്റെന്റ് നമ്മളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതിനെതിരെ ചെയ്യാറുണ്ട്, ഒന്നല്ലെങ്കിൽ വേറൊരു സ്റ്റേജിൽ. ഇത് ഇത് സത്യം പറഞ്ഞാൽ കുട്ടികളെ അല്ല ബാധിക്കുന്നത്. someone if is making a comment about our kids, automatically that's going to make emotional changes in our mind. അപ്പൊ ഈ ഇമോഷണൽ ചേഞ്ചസിനെ ഡെഫിനറ്റ്ലി നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റിംഗ് ഹോർമോൺസ് ഈസ് സപ്പോർട്ടിങ് ഫോർ ദിസ്. അപ്പൊ ഈ കെമിക്കൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ അറിയാതെ സംഭവിക്കുമ്പോഴാണ് ദിസ് ഓട്ടോമാറ്റിക്കലി പാസ് ഓൺ ടു അവർ കിഡ്സ്. അപ്പൊ ഇത് ശരിക്കും ഇത് മറ്റൊരു ഭാഗമായിട്ട് ഈ പറഞ്ഞ മോനും സംഭവിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ സൂസൻ എന്ന് പറഞ്ഞ ഈ മാഡം ശിവ് എന്താ പറയണ്ടേ, ഈ നാട്ടിൽ താമസിക്കുമ്പം യാതൊരു തരത്തിലും ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് വന്നിട്ട്, വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ വളരെ പരിമിതികളുള്ള ഒരുപാട് പേര് വന്നിട്ട് അയ്യേ ഇതെന്താ ഇങ്ങനെ, മോനെന്താ ഈ കാണിക്കുന്ന, അയ്യേ നിൽക്കുന്നിടത്ത് നിന്നിട്ടാണോ പ്രാഥമിക കർമ്മങ്ങൾ പോലും സാധിക്കുന്നതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഡിപ്രസ്ഡ്, ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ ആള് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, യു ജസ്റ്റ് ഡു വൺ തിങ്, ഗോ ആൻഡ് സ്റ്റേ ഇൻ എ ക്ലോസ് കമ്മ്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ, ആൻഡ് ദ പീപ്പിൾ അറൌണ്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് യു. ദേ ഷുഡ് ഹാവ് ദ മൈൻഡ് സെറ്റ് ആൻഡ് ഓപ്പൺനെസ് to understand what exactly what stage you are going in your life.
And there's something common which can happen for the next person. അപ്പൊ അത് ഒരിക്കലും നിങ്ങൾക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമല്ല എന്നുള്ളത് നിങ്ങളോട് ഇടപഴകുന്നവർ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ മാറാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് this enquiry came to be. And like what I've told you in that story only, ഞാൻ ഇവർക്കൊരു ബെറ്റർ കമ്മ്യൂണിറ്റി, ഒരു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ കമ്മ്യൂണിറ്റി, that time the builder which I was being a part, they're working on it, and easily she got accommodated with this community. And now എന്താ ഇപ്പം അതിലെ ആൾക്കാരെല്ലാം, കാരണം അതിൽ വന്നിട്ട് എന്താ ഇപ്പം മോണ്ടിസോറി പഠിച്ച ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ദേ ഹാവ് ഗോട്ട് പീപ്പിൾ ട്രെയിൻ ഫോർ ദിസ് ചൈൽഡ് കെയറിങ്ങിന്റെ ഇതായിട്ടുള്ളവരുണ്ട്. ആൻഡ് ദിസ് കമ്മ്യൂണിറ്റി ഈസ് മോസ്റ്റ്ലി ഇൻ ദ സെന്റർ ഓഫ് എ സിറ്റി. അവർക്ക് ഇപ്പൊ ഈ മകന് ഇന്നത്തെ അവന്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്ന സ്പോർട്സിലേക്കുള്ള ട്രാവലിംഗ് ആക്സസ് ഒക്കെ കുറച്ചുകൂടി ഈസി ആക്കി കൊടുത്തിട്ടുണ്ട്. And moving around and getting involved in other activities, that mingling with people also got restricted. അപ്പൊ ഇവൻ ആൾക്കാരോട് ഇപ്പൊ തന്നെ ഡിമാൻഡ്സ് പറഞ്ഞ് സംസാരിക്കാനായി, കാര്യങ്ങൾ പറഞ്ഞ് സംസാരിപ്പിച്ച് സാധിപ്പിച്ചെടുക്കാൻ പോലും this boy is able to do. So I believe definitely the community has supported them, that family, a lot for this. So happy to have been a part of that.